പ്രിയമുള്ള കുഞ്ഞു കൂട്ടുകാരെ, ലോകം പുതിയ ഒരു വർഷത്തിലേക്ക് കടക്കുകയാണ്. പുതുവർഷം നമുക്കും നമ്മുടെ നാടിനും ഐശ്വര്യപൂർണമാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കാലം ഇങ്ങനെ മുന്നോട്ടൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. ടൈം മെഷീൻ എന്ന വിസ്മയത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. ടൈം മെഷീൻ ഉപയോഗിച്ച് കാലത്തെ മുമ്പോട്ടും പിന്നോട്ടും തിരിക്കുമ്പോൾ ലോകം മാറി മറിയുന്നു. അങ്ങനെ നമുക്ക് പഴശ്ശിരാജാവിൻ്റെയോ പരശുരാമൻ്റെയോ കാലത്തേക്ക് തിരിച്ചു പോകാനാവും. 1000 വർഷങ്ങൾക്ക് ശേഷമുള്ള കേരളം നേരിൽ കാണാം. ഇതൊക്കെ രസകരമായ ഭാവനകൾ മാത്രമാണ്. എങ്കിലും ഇത്തരം അദ്ഭുത കഥകൾ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട വലിയ ചിന്തകൾ മനസ്സിൽ രൂപപ്പെടുത്തുന്നുണ്ട്. സയൻസ് ഫിക്ഷൻ കുട്ടികൾക്ക് പ്രിയപ്പെട്ട മേഖലയാണ്. നിങ്ങളുടെ പുസ്തക ഷെൽഫിൽ ഏതെങ്കിലും സയൻസ് ഫിക്ഷൻ ഉണ്ടോ? 2024 നിന്ന് 100 വർഷം പുറകോട്ട് സഞ്ചരിച്ചാലോ? അന്ന് കേരളം മുഴുവൻ കൊച്ചു കൊച്ചു ഗ്രാമങ്ങളായിരുന്നു. എവിടെ നോക്കിയാലും നെൽകൃഷിയും തെങ്ങും വാഴയും പശുക്കൾ മേയുന്ന പറമ്പുകളും കാണാം. 44 നദികളും തെളിഞ്ഞൊഴുകുന്നു. യാത്ര പൊതുവെ കാൽനടയും കാളവണ്ടിയും കെട്ടുവള്ളവുമാണ്. നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം അന്ന് എങ്ങനെയായിരുന്നു എന്ന് സങ്കല്പിച്ചു നോക്കൂ. അന്നത്തെ അമ്പലം, പള്ളിക്കൂടം, പ്രകൃതി ഒക്കെ മനസ്സിൽ കണ്ട് വരച്ചു നോക്കിയാലോ? കൂടുതൽ വിവരങ്ങൾ മുത്തശ്ശനോടും മുത്തശ്ശിയോടും ചോദിച്ചറിയണം. വീട്, ഭക്ഷണരീതികൾ, ഉത്സവം, കളികൾ ഒക്കെ വരയിൽ വരണം. അങ്ങനെ കലയിലൂടെ കാലത്തെ വീണ്ടെടുക്കാൻ നിങ്ങൾക്കും കഴിയും. 1924 ജനുവരി മാസം 16-ാം തീയതിയാണ് മഹാകവി കുമാരനാശാൻ ഒരു ബോട്ടപകടത്തിൽ മരണമടഞ്ഞത്. ആലപ്പുഴയ്ക്കടുത്തുള്ള പല്ലനയിലായിരുന്നു ആ അപകടം. റെഡീമർ എന്നു പേരുള്ള ആ ബോട്ടിൽ ആശാൻ ആലുവയ്ക്ക് പോവുകയായിരുന്നു. കയ്യിൽ കവിതകളുടെ കയ്യെഴുത്തുപ്രതിയുമുണ്ടായിരുന്നു. മലയാള കവിതയുടെ പൂന്തോട്ടത്തിലെ ഒരിക്കലും വീഴാത്ത പൂവ് എന്നാണ് ആശാനെ വിശേഷിപ്പിക്കുന്നത്. ആ മഹാകവിയുടെ ചരമശതാബ്ദിയിൽ വീണപൂവിലെ വരികൾ മനഃപ്പാഠമാക്കാൻ കുട്ടികൾ ശ്രമിക്കുമല്ലോ. ഹാ എന്നാരംഭിച്ച് കഷ്ടം എന്ന് സമാപിക്കുന്ന 41 പദ്യങ്ങളാണ് വീണപൂവിലുള്ളത്. കൂട്ടുകാർ വൈക്കം സത്യഗ്രഹമെന്ന് കേട്ടിട്ടുണ്ടോ? വൈക്കം ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള വഴികളിലൂടെ എല്ലാ മനുഷ്യർക്കും സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യം വേണം എന്ന ആവശ്യമുയർത്തി നടന്ന സത്യഗ്രഹം 1924 മാർച്ച് 30 ആരംഭിച്ച് 603 ദിവസം നീണ്ടുനിന്നു. മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുദേവനും ഈ സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി. മന്നത്തു പത്മനാഭൻ നയിച്ച സവർണജാഥയും ചിറ്റേടത്തു ശങ്കുപിള്ളയുടെ ബലിദാനവുമെല്ലാം ആ സത്യാഗ്രഹത്തിലെ സംഭവങ്ങളാണ്. കേരള ചരിത്രത്തിലെ പ്രകാശം നിറഞ്ഞ അധ്യായമാണ് വൈക്കം സത്യാഗ്രഹം. അതിൻ്റെ 100-ാം വാർഷികത്തിൽ ആ വലിയ സമരത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ പരിശ്രമിക്കണം. മയിൽപ്പീലി തീർച്ചയായും നിങ്ങളെ സഹായിക്കും. 1924 കേരളത്തിലൊരു മഹാപ്രളയമുണ്ടായി. മലയാള വർഷം 1099 നടന്ന ആ ദുരന്തം 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്നു. മൂന്നാറിലെ തേയിലത്തോട്ടത്തിൽ വരെ വെള്ളം കയറിയ ആ വലിയ പ്രളയം ഊഹിച്ചു നോക്കൂ. തകഴി എഴുതിയ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ നിങ്ങൾ വായിക്കണം. 99 കർക്കടക മാസം എത്ര ഭീകരമായിരുന്നു എന്ന് മനസ്സിലാവും. ഇനിയും ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ പ്രകൃതിയുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കേണ്ടതുണ്ട്. മലകൾ ഇടിച്ചു നിരത്തില്ലെന്നും വയലുകൾ മണ്ണിട്ടു മൂടുകയില്ലെന്നും നമ്മൾ തീരുമാനിക്കണം. ഭൂമി അമ്മയാണ്. അമ്മയെ ദ്രോഹിക്കുന്നത് പാപമാണ്. ഈ ബോധത്തോടെ ജീവിക്കുമ്പോൾ പ്രകൃതി നമുക്ക് അനുഗ്രഹമായി മാറും. പുതിയ വർഷം നമുക്ക് വലിയൊരു സമ്മാനവുമായാണ് വരുന്നത്. ജനുവരി 22 അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്നു. നൂറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിനു ശേഷം ആ സ്വപ്നം സത്യമാവുകയാണ്. ഓരോ വീടും അന്ന് അയോധ്യയാവണം.
ചിരാതുകളിൽ ദീപം തെളിച്ച് ആ മഹോത്സവത്തെ വരവേൽക്കണം. 14 വർഷത്തെ വനവാസത്തിനു ശേഷം ശ്രീരാമൻ അയോധ്യയിൽ തിരിച്ചെത്തിയതിൻ്റെ ആനന്ദോത്സവമാണല്ലോ ദീപാവലി. മകരമാസത്തിൽ മറ്റൊരു മഹാദീപാവലി ഒരുക്കി രാമൻ്റെ തിരിച്ചുവരവ് നമുക്ക് ആഘോഷമാക്കാം. എല്ലാവർക്കും മയിൽപീലിയുടെ നവവത്സരാശംസകൾ. സ്നേഹപൂർവം, ഗോപിച്ചേട്ടൻ. നല്ലൊരു നാടിൻ കഥ കേൾക്കാം.